മൂന്നാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. നീ എവിടെ പോയി? ആ ചാരു പോയപ്പോ ചാരുവിന്റെ പിറകെ പോയതായിരിക്കും. ഓ മാച്ച് ഉണ്ടാ. ശരി തന്നെ, ശരി തന്നെ. എന്നിട്ട് എന്തായി? ജയിച്ചോ തോറ്റോ? നീ ഇപ്പൊ റൂമിലോട്ട് പോണ്ടേ? അസ്ന ലൈക്ക് ചെയ്തായിരുന്നോ അസ്ന? കാരണം നീ ഇപ്പഴും മറക്കുവോ? ഓ ഞാൻ പെട്ടെന്ന് മറന്നു പോയടാ. ഒന്ന് ക്ഷമിക്ക്, പ്രായമായില്ലേ, അതിന്റെയാണ്. അപ്പൊ തുടങ്ങും വേണമല്ലോ. 4 days match. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല ഇപ്പൊ ചെയ്യാമേ. എനിക്കറിയാം നീ മറക്കും. ഞാൻ നേരത്തെ വന്നപ്പോഴും ചോദിച്ചു, അസ്ന നീ ലൈക്ക് ചെയ്തോ, അസ്ന നീ ലൈക്ക് ചെയ്തോ. ആ ഇപ്പൊ ചെയ്തിട്ടുണ്ട് എന്തായാലും. 23 ഏജ് അല്ലേ ആയുള്ളൂ. 23 ആയുള്ളൂ. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് മെമ്മറി ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒന്ന് ഗജനിയുടെ ക്യാരക്ടർ എന്റെ അടുത്തോട്ട് അയക്കണം. ചെയ്തു. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഗൈസ്, അത് തന്നെ. ഇരുപത്തിമൂന്നിലെ ഗജനിയാണല്ലോ. എന്ത് ചെയ്യാനാണ് അറിയില്ല. ചില സമയത്ത് നമ്മള് കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ കിച്ചൺ ആയിട്ടുണ്ട്, പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അകത്ത് പോയി എന്തെങ്കിലും എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മറന്നു എന്തിനാ ഞാൻ പോയി എന്നുള്ളത്. എനിക്ക് 23 ഉള്ളൂ. 23 ഉള്ളെന്നുണ്ടെങ്കിലും കാഴ്ചകളെല്ലാം അഴിച്ചു പോയിട്ടിരിക്കുകയാണ്. എനിക്ക് സ്പെക്സ് ഒക്കെ ഉണ്ട് ഗൈസ്, സ്പെക്സ്. ഞാൻ ഇന്ന് ലൈവിൽ വരുമ്പോഴത്തേക്ക് കാണിക്കാം എന്നൊക്കെ കരുതിയതാണ്. പിന്നെ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയി പോയപ്പോഴത്തേക്ക് അതൊക്കെ പോയി. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 40-45 വയസ്സ് തോന്നും. 2002 April 23 ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാനും അങ്ങനെ. അതാ എനിക്ക് അറിയത്തില്ല. ഞാനപ്പോ ആലോചിക്കും, ഞാൻ എന്തിനാ അടുക്കളയിൽ പോയത് കുറെ നേരം ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും പിന്നെ ഓർമ്മ വരത്തില്ല. പിന്നെ നമ്മൾ വീണ്ടും അവിടോട്ട് പോയി തിരിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഓർമ്മ വരും, വീണ്ടും കയറി വരും. അതാണ് നമ്മളെ നടക്കുന്നത് സംഭവം. ഫോണൊക്കെ ചെരിഞ്ഞു പോയായിരുന്നു. ഓ നിന്റെ ജിപേ വർക്കായി തുടങ്ങിയോന്ന് ഞാൻ ചോദിക്കണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിച്ച ഉടനെ നീ ഇറങ്ങി പോകുന്ന അറിയാനേ ഞാൻ മിണ്ടാഞ്ഞത്. അഭിഷേക് ലൈക്ക് ചെയ്തായിരുന്നോ? ഇടയ്ക്ക് മറക്കും ഞാൻ എന്തോ എടുക്കണമെന്ന് വന്നത് എന്ന്. പിന്നെ ആണ് ഓർമ്മ വരുന്നത് പാവന്. സത്യമാണ്, എനിക്ക് റിലേറ്റബിൾ ആയി എനിക്കറിയാം. സ്ട്രെസ് ഉണ്ടല്ലേ ഫേസിൽ കാണുന്നു. ബി കൂൾ. എല്ലാ മനുഷ്യരിലും കാണുമല്ലോ സ്ട്രെസ്. നിങ്ങളാരെയും ഞങ്ങളുടെ കമന്റ് ബോക്സിലല്ലാതെ നേരിട്ട് ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ഫേസിലും അത് അറിയാൻ പറ്റും. എല്ലാവരുടെ ലൈഫൊന്നും എപ്പോഴും ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കത്തില്ലടാ ഗൈസ്. നമ്മൾ ശോകം പറയാൻ വേണ്ടി തുടങ്ങിയ ലൈവല്ല. ശോകം പറയാനുള്ള ലൈവല്ല ഇത്. അയ്യോ, ഇപ്പൊ എനിക്ക് ഫിസിക്കലി ഒന്ന് ഓക്കെ ആയാൽ മതി. കാരണം എനിക്കിപ്പോ ഭയങ്കരമായിട്ടും ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓക്കെ ആയാൽ മതി. മേ ബി ഓണത്തിന് മുന്നേ. വേറൊന്നുമല്ല, ഓണത്തിന് ഇവിടെ ഞങ്ങളുടെ ക്ലബിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കേണ്ടതാണ്, കുത്തിരാച്ച് കളിക്കേണ്ടതാണ്. അപ്പൊ നടുവും മുതുവും കാലും എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എക്സാമിന്റെ എക്സാമിന്റെ സ്ട്രെസ് നീ ഇപ്പഴല്ലേ അനുഭവിച്ചിട്ട് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നിനക്ക് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് നിന്റെ മുഖത്ത് ഹാപ്പിനെസ് ഉണ്ടാവത്തില്ലേ? ഇതൊന്നും അല്ല സ്ട്രെസ് വരാൻ പോണത്. ഇപ്പൊ നീ ഡിഗ്രി പഠിക്കണം. ഇൻ കേസ് ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നീ മാസ്റ്റർ ഡിഗ്രി ചെയ്യുമോ, അതായത് PG ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. PG ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 year ബ്രേക്ക് എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് വരും. ഒന്നിനും ജോലിക്കൊന്നിനും പോണില്ലേ, ഇനി എന്തോ ചെയ്യാൻ പോണ്, ഒന്നും പോകുന്നില്ലേ, ഇത്രയും പഠിച്ചിട്ട് എന്തോ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോഴത്തേക്കാണ് കുറച്ചുകൂടി സ്ട്രെസ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. ബുക്ക് അപ്പുറം തുറക്കണം. അവിടെ നല്ല കാറ്റുണ്ടല്ലേ? ഇവിടെ കാറ്റുണ്ട്. ഇവിടെ ഇന്ന് വെയിലും ഇല്ല, ഇടയ്ക്കൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു. ഒരു ശാന്തതയായിട്ടിരിക്കുന്നത്.
കാണിച്ചു തരാം ഞങ്ങളുടെ